ഹായ് നമസ്കാരം ഏവർക്കും PSC ക്ലൈംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സും ഒരു PYQ പ്ലസ് റിലേറ്റഡ് ഫാക്റ്റുകൾ പറയുന്നൊരു ക്ലാസ്സാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. 054/2025 ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് വരുന്നത്. സോ ഇതിലെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേപോലെ PYQസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളും ഉൾക്കൊള്ളിച്ചുകൊള്ളുന്ന വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു സീരീസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ PSC നടത്തുന്ന പരീക്ഷകളിലെ ട്രെൻഡൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതിൻ്റെ ആ ഒരു പാറ്റേണും മനസ്സിലാക്കാൻ സാധിക്കും. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പല PYQ ക്ലാസ് ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അവിടെയൊക്കെ ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര് എന്നാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ, ചേറ്റൂർ ശങ്കരൻ നായരാണ്. സോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട് ഗാന്ധിജിയെ സംബന്ധിച്ച്. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ എന്ന് വിളിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇത് PYQ ആയിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇനി അടുത്ത നോക്കാം. ഗാന്ധിജിയെ പറ്റി ആൽബർട്ട് ഐൻസ്റ്റീൻ അഭിപ്രായപ്പെട്ടതാണ് അടുത്തതായിട്ട് നോക്കാനുള്ളത്. ഇങ്ങനെയാണ്: രക്തമാംസങ്ങളോടെ ഇതുപോലൊരു മനുഷ്യൻ ഈ ഭൂമിയിലൂടെ കടന്നുപോയെന്ന് വരും തലമുറകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്താണ്? രക്തമാംസങ്ങളോടെ ഇതുപോലൊരു മനുഷ്യൻ ഈ ഭൂമിയിലൂടെ കടന്നു പോയെന്ന് വരും തലമുറകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇങ്ങനെ ഗാന്ധിജിയെ പറ്റി അഭിപ്രായപ്പെട്ടത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ഇനി നല്ലവനായി ജീവിക്കുക എന്നത് എത്രയോ അപകടകരമാണ്. ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. സോ എന്താ പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ? നല്ലവനായി ജീവിക്കുക എന്നത് എത്രയോ അപകടകരമാണ്. ഇത് ഏത് സന്ദർഭത്തിലാണ് എന്ന് ചോദിക്കാം. ഏത് സന്ദർഭത്തിലാണ്? ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോഴാണ്. ഇനി ഗാന്ധിജിയെ ആദ്യമായിട്ട് രാഷ്ട്രപിതാവ്, നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നതാണ് ഗാന്ധിജി അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഗാന്ധിജിയെ ആദ്യമായിട്ട് രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാര് എന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇനി ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. സോ ഗാന്ധിജിയെ ആദ്യമായിട്ട് രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ്? അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇനി ഗാന്ധിജി വിശേഷിപ്പിച്ച ഒരു വിശേഷണത്തെ പറ്റിയാണ്. ഗാന്ധിജി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് പുലയ രാജാവ് എന്നാണ്. അപ്പോൾ ഗാന്ധിജി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് എന്താണ്? പുലയ രാജാവ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, പുലയ രാജാവെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണ്. ഇനി ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 തവണയാണ്. ഇന്ന് നമ്മളിവിടെ ഈ പറഞ്ഞ റിലേറ്റഡ് ഫാക്റ്റ് എല്ലാം തന്നെ PYQs 2021 മുതലുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ. സോ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ടെന്നും ഓരോ വർഷങ്ങളും 5 തവണ എന്ന് നമ്മൾ പറഞ്ഞു, അതിൽ ഓരോ വർഷങ്ങളും എന്തിനു വേണ്ടി സന്ദർശിച്ചു എന്നുള്ള കാര്യവും എന്താണ് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായിട്ട് എഴുതിയ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ രാമകൃഷ്ണപിള്ളയാണ്. നമുക്ക് രാമകൃഷ്ണപിള്ളയെ പരിചയമുണ്ടല്ലേ, സ്വദേശാഭിമാനി പത്രാധിപനാണ് അദ്ദേഹം. സോ അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഗാന്ധിജിയുടെ
ജീവചരിത്രം ആദ്യമായിട്ട് എഴുതിയ മലയാളി കെ രാമകൃഷ്ണ പിള്ളയാണ്. ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച ഒരു കവിതയുണ്ട്, അതാണ് എൻ്റെ ഗുരുനാഥൻ. ഇതും 23 നടന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഖാദി ബോർഡിൻ്റെ ഒരു എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത എന്താണ്? എൻ്റെ ഗുരുനാഥൻ. അടുത്ത് നോക്കുക, തൻ്റെ ദർശനങ്ങളെ പറ്റി ഗാന്ധിജി പുസ്തക രൂപത്തിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഹിന്ദ് സ്വരാജ്. എന്താണ്? ഹിന്ദ് സ്വരാജ്. അപ്പോൾ എന്താ ഓർത്തു വെക്കേണ്ടത്? തൻ്റെ ദർശനങ്ങളെ പറ്റി ഗാന്ധിജി പുസ്തക രൂപത്തിൽ എഴുതിയ ഏക ഗ്രന്ഥമാണിത്, ഹിന്ദ് സ്വരാജ്. അടുത്തത് ഗാന്ധിജിയുടെ ആത്മകഥ. നമുക്കൊക്കെ അറിയാമല്ലേ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അതാണ് ഗാന്ധിജിയുടെ ആത്മകഥ. ഏത് ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഗുജറാത്തി ഭാഷയിലാണ്. സോ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് ഗുജറാത്തി ഭാഷയിലാണെന്ന് കൂടെ ഓർത്തു വച്ചേക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട് PYQs ഒക്കെ ചോദിച്ചിട്ടുള്ളതിൽ നിന്ന് നമുക്ക് പഠിച്ചു വെക്കാനുള്ള റിലേറ്റഡ് ഫാക്റ്റുകൾ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക. ഇവിടെ തന്നിട്ടുള്ളത് കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം സന്ധി, കുണ്ടറ വിളംബരം. നിങ്ങൾക്കിത് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കുക വീഡിയോ പോസ് ചെയ്തിട്ട്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നടന്നത് ഏതാണ്? ആറ്റിങ്ങൽ കലാപം, അതിനുശേഷം കുളച്ചൽ യുദ്ധം, അതിനുശേഷം ശ്രീരംഗപട്ടണം സന്ധി, ദെൻ ലാസ്റ്റ് വരുന്നത് കുണ്ടറ വിളംബരം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. സോ നമുക്കത് ഓരോന്നിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കുളച്ചൽ യുദ്ധമാണ്. ഇത് PYQs ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. PYQ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന്, കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലാണ് നടന്നത്? ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്നതാണ്. ഇനി ആരാണ് അവിടെ ജയിച്ചത്, ആരാണ് പരാജയപ്പെട്ടത് എന്നുള്ള കാര്യം ഓർക്കണം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സ്വാഭാവികമായിട്ടും മാർത്താണ്ഡവർമ്മയാണ് യുദ്ധത്തിൽ വിജയിയായത്, ഡച്ചുകാര് പരാജയപ്പെട്ടു പോവുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ്. ഡച്ചുകാരെ ഈ ഒരു കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി. ഇനി അടുത്ത പിന്നെ PYQ ചോദിച്ചിട്ടുള്ളൊരു ഭാഗമാണ് കുളച്ചൽ യുദ്ധം നടന്ന വർഷം. ഡേറ്റ് സഹിതം പഠിച്ചോണം. 1741 ആഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. 1741 ആഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. ഇനി നമ്മൾ പറഞ്ഞു മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞല്ലേ. മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണെന്ന് ചോദിച്ചാൽ ഡിലനോയി ആണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണ്? ഡിലനോയി ആണ്. ഈ ഡിലനോയിയെ തിരുവിതാംകൂറിൻ്റെ സൈന്യാധിപനായ വിദേശി എന്നാണ് അറിയപ്പെട്ടത്. എന്താണ് ഡിലനോയി അറിയപ്പെട്ടത്? തിരുവിതാംകൂറിൻ്റെ സൈന്യാധിപനായ വിദേശി എന്നാണ്. ഇനി വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടതും ആരാണ്? ഡിലനോയി ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് കേട്ടോ. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടതും ഡിലനോയി ആണ്. ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് ഉദയഗിരി കോട്ടയിലാണ്. സോ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കുളച്ചൽ യുദ്ധം 1741. അടുത്തത് ആറ്റിങ്ങൽ കലാപത്തിലേക്ക് വരുവാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട് ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആദിത്യവർമ്മയാണ്. ആദിത്യവർമ്മയാണ് ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്ത് വേണാട് ഭരണാധികാരി. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ചോദിച്ചാൽ AD 1721 ഏപ്രിൽ 15 എന്നാണ്. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ഇനി ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട അഞ്ചുതെങ്ങ് കോട്ടയുടെ പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗൈഫോർഡ് അല്ലെങ്കിൽ ഗിഫോർഡ് എന്നുള്ള രീതിയിലും പേര് കാണാറുണ്ട് കേട്ടോ.
അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടി മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, PYQ ആണ്. വേണാട് ഉടമ്പടിയാണ് ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടി. അതേപോലെ PYQ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ നടത്തിയ ആദ്യ സംഘടിത കലാപം. അതാണ് അവിടെ ഓർത്തു വെക്കേണ്ടത്. ആദ്യ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. അടുത്ത പോയിന്റ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒരു ഇന്ത്യൻ നാട്ടുരാജാവും ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒരു ഇന്ത്യൻ നാട്ടുരാജാവും ഒപ്പുവെക്കുന്ന ആദ്യ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് 1721 എന്ത് നടന്നത്? ആറ്റിങ്ങൽ കലാപം നടന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞു 1741 കുളച്ചൽ യുദ്ധം നടന്നത്. അടുത്തത് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി അനുസരിച്ചാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. അപ്പം അങ്ങനെയും ചോദിക്കാം, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഈ ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് പറയുന്നത്. ഒപ്പുവെച്ച വർഷം ചോദിച്ചാൽ 1792 മാർച്ച് 18. സോ ഡേറ്റ് ഓർത്ത് വെച്ചേക്കുക, 1792 മാർച്ച് 18. അപ്പോൾ നമ്മൾ പഠിച്ചത് 1721 ആറ്റിങ്ങൽ കലാപം, 1741 കുളച്ചൽ യുദ്ധം, ദെൻ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ, കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരവുമായിട്ട് ബന്ധപ്പെട്ട് PSC മുൻ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? വേലുത്തമ്പി ദളവയാണ്. അടുത്തത്, എന്നാണ് കുണ്ടറ വിളംബരം നടന്നത്? അത് 1809 ജനുവരി 11. എന്നാണ്? 1809. അപ്പം ഇപ്പം തന്നെ നമ്മുടെ ആ ക്വസ്റ്റ്യനിലുള്ള എല്ലാം നമുക്ക് ഓർഡറിൽ കിട്ടിയല്ലോ. 1721 ആറ്റിങ്ങൽ കലാപം, 1741 കുളച്ചൽ യുദ്ധം, പിന്നെ 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി, ദെൻ 1809 കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടന്ന ജില്ല ചോദിച്ചാൽ കൊല്ലമാണ് കേട്ടോ. കുണ്ടറ വിളംബരം നടന്ന ജില്ല ഏതാണ്? കൊല്ലമാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. അടുത്ത ഹിസ്റ്ററി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കുക. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. അതായത് ഒന്നാം ലോകയുദ്ധവും ആയിട്ട് മാച്ച് ചെയ്യുന്നത് ത്രികക്ഷി സഖ്യം അല്ലെങ്കിൽ ത്രികക്ഷി സൗഹാർദ്ദമാണ്. ദെൻ രണ്ടാം ലോകയുദ്ധം എന്താണ്? അച്ചുതണ്ട് ശക്തികൾ അല്ലെങ്കിൽ സഖ്യശക്തികൾ എന്ന് പറയും. അടുത്തത് ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്? തവിട്ടു കുപ്പായക്കാർ. അടുത്തത് ബെറ്റിനോ മുസോളിനി, കരിങ്കുപ്പായക്കാർ. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി റിലേറ്റഡ് ഫാക്റ്റുകൾ പഠിക്കാനില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ലോക ചരിത്രം പഠിക്കുന്ന സമയത്ത് വലിയൊരു ടോപ്പിക്കായിട്ട് അത് പഠിക്കുന്നുണ്ട്. എങ്കിലും എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒന്ന് പറയാം. ഒന്നാമത്തേത്, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്താണ് ത്രികക്ഷി സൗഹാർദ്ദം അല്ലെങ്കിൽ സഖ്യശക്തി അല്ലെങ്കിൽ അലൈഡ് പവേഴ്സ് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്ന് നോക്കണം. അപ്പം ഇവിടെ കണ്ടോ, ഒന്നാം ലോക യുദ്ധം ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്. ദെൻ അത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യ. ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യ. RBF, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ത്രികക്ഷി സൗഹാർദ്ദം. ഇനി ത്രികക്ഷി സഖ്യം അല്ലെങ്കിൽ സെൻട്രൽ പവേഴ്സ് ഓർ തേർഡ് അലയൻസ്, അതിലുള്ളത് ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ. ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ. അടുത്തത് സെക്കൻഡ് വേൾഡ് വാറിലുള്ളതാണ് സഖ്യശക്തികൾ അല്ലെങ്കിൽ പഞ്ചമഹാശക്തി എന്ന് പറയും. ഇത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, USA, ചൈന. ഏതൊക്കെയാണ്? ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, USA, ചൈന. ഇനി അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിലെ അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്നത് ഇറ്റലി, ജർമ്മൻ, ജപ്പാൻ.
ഇറ്റലി, ജർമ്മൻ, ജപ്പാൻ. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്കേണ്ടതാണ്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരുമാണ് തന്നിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. മിറാത്ത് ഉൽ അക്ബർ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. കേസരി അതേപോലെ മറാത്ത ആരാണ്? ബാലഗംഗാധര തിലകാണ്. ഇത് കോമൺവെൽത്ത് ആരുടെയാണ്? മിസ്സിസ് ആനി ബെസന്റിന്റെ ആണ്. യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയുടെയാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇത് നമ്മുടെ SCERT പാഠപുസ്തകത്തിലുള്ള ഒരു ടേബിളാണ്. ഇത് ഞാൻ മുമ്പത്തെ എൻ്റെ 1-2 ക്ലാസ്സുകളിലും കാണിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഹിന്ദു, സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾ ജി സുബ്രഹ്മണ്യ അയ്യരുടെയാണ്. ഏതൊക്കെയാണ്? ഹിന്ദു, സ്വദേശി മിത്രം. അടുത്തത് അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷിൻ്റെയും ചേർന്നിട്ടാണ്. ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ദെൻ സമാചാർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാരാണ്? ഫർദൂർജി മർസ്ബാനാണ്. ദെൻ കേസരി മറാത്ത നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് ആരാണ്? ബാലഗംഗാധര തിലക്. ദെൻ അടുത്തത് ബംഗാളി, ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. സുരേന്ദ്രനാഥ് ബാനർജിയാണ് ബംഗാളി പത്രത്തിൻ്റെ സ്ഥാപകൻ. അടുത്തത് വോയിസ് ഓഫ് ഇന്ത്യ, ഇത് എപ്പോഴും PSC ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ദാദാഭായ് നവറോജിയാണ്. അടുത്തത് ഷോം പ്രകാശ്, ഇത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ് ഈ ഒരു പത്രത്തിൻ്റെ സ്ഥാപകൻ. അടുത്തത് ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആരുടെയാണ്? മിസ്സിസ് ആനി ബെസന്റിൻ്റെയാണ്. യങ് ഇന്ത്യ ഹരിജൻ, അത് മഹാത്മാഗാന്ധിയുടെയാണ്. അപ്പോൾ ന്യൂ ഇന്ത്യയും യങ് ഇന്ത്യയും തമ്മിൽ മാറിപ്പോകരുത്. ന്യൂ ഇന്ത്യ ആനി ബെസന്റിൻ്റെയാണ്. യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയുടെയാണ്. ദെൻ അൽ ഹിലാൽ എന്ന പത്രം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ്. മൗലാന അബുൽ കലാം ആസാമിൻ്റെയാണ്. വന്ദേ മാതരമാണെങ്കിൽ ലാലാ ലജ്പത് റായിയുടെയാണ്. നേഷൻ ആണെങ്കിൽ ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വെക്കുക. 5th ക്വസ്റ്റ്യനിലേക്ക് വരാം. ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആരുടെയാണ്? ഭഗത് സിംഗിൻ്റെയാണ്. ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാലിൻ്റെയാണ്. ഇന്ത്യൻ നാഷണൽ ആർമി ആരുടെയാണ്? റാഷ് ബിഹാരി ബോസാണ്. ദെൻ ഫോർവേഡ് ബ്ലോക്ക് വന്നിട്ട് ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ ഇത് ഞാൻ റിലേറ്റഡ് ഫാക്റ്റുകളൊന്നും പറയുന്നില്ല, ഇത് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ഓർത്തു വെച്ചാൽ മതി. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹിസ്റ്ററിയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്